മധുരയിൽ നിന്ന് ഇന്ന് തിരിച്ച് ഈ സമ്മേളനം പൂർത്തിയാക്കി കേരളത്തിലേക്ക് മന്ത്രി എന്ന ഉത്തരവാദിത്വത്തിലേക്ക് കൂടുതലായി പോകാൻ പോകുന്നു. അപ്പോൾ ഈ മധുര നിരവധി പാർട്ടി കോൺഗ്രസുകൾ കണ്ട ഒരു നേതാവ് എന്ന നിലയിൽ മധുര എങ്ങനെയാവും മനസ്സിൽ രാഷ്ട്രീയമായി നിൽക്കുക? മധുര എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവെ വളക്കൂറുള്ള ഒരു മണ്ണായിട്ടാണ് ഞങ്ങൾ 92-ലെ മധുര കോൺഗ്രസ് മുതൽ കാണുന്നത്. ആ മധുരയിൽ പലപ്പോഴും ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും അയച്ച ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ഈ പാർട്ടി കോൺഗ്രസിനെയും ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനവും പൊതുജനാധിപത്യ പ്രസ്ഥാനവുമെല്ലാം വളരെ ആവേശപൂർവ്വമാണ് നെഞ്ചേറ്റിയത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ പാർട്ടി കോൺഗ്രസ് വിജയിപ്പിക്കുന്ന രംഗത്ത് ആതിഥേയ സംസ്കാരത്തിൽ ഉന്നത ഉദാത്തവുമായ നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ മധുര അതിൻ്റെ പൂർണ്ണ ചുമതല നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഈ പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ സാംസ്കാരിക രംഗവും സാഹിത്യരംഗവും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ളത് കൂടി ചോദിക്കട്ടെ. മധുര പാർട്ടി കോൺഗ്രസുമായി അങ്ങനെ കൂടി ബന്ധിപ്പിച്ച് ചരിത്രത്തിൽ ഇടം പിടിക്കില്ല. അതിൻ്റെ തമിഴകത്തിൻ്റെ ഒരു സാംസ്കാരിക സാഹിത്യ പ്രാതിനിധ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുണ്ട്. നിശ്ചയമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നിട്ടുള്ള അനുബന്ധ പരിപാടികൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരും ഒപ്പം രാജ്യത്ത് പുതിയ ആശയപ്രപഞ്ചങ്ങൾ തീർത്തും മുന്നോട്ട് രാജ്യത്തെ നയിക്കാൻ വലിയ സംഭാവന നൽകുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങളും പങ്കെടുത്ത ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നത്. സ്വാഭാവികമായി ആ സമ്മേളനത്തിന് ഭാവി നമ്മൾ എന്താഗ്രഹിച്ചുവോ രാജ്യത്തൊരു മതനിരപേക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നീങ്ങാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്ന പൊതുപശ്ചാത്തലം ഒരുക്കിയെടുക്കാൻ ഈ പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് മധുര പാർട്ടി കോൺഗ്രസിന് ഏറ്റവും ഞങ്ങൾക്കെല്ലാം ആവേശം പകരുന്ന കാര്യം. എല്ലാവരെയും പോലെ ഉറ്റുനോക്കുന്നത് CPM-ന് ഏതാണ്ടൊരു പുതിയ നേതൃത്വം എന്ന് പറയാവുന്ന നിലയിലേക്ക് തന്നെ 24-ാം പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി നിശ്ചയമായും ഉണ്ടാകും. അതുപോലെ തന്നെ PB-യിലേക്ക് പുതുതായി ആളുകൾ വരുമോ, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്ന അങ്ങനെ ഒരു പുതിയ നേതൃത്വം. കാരണം ഈ പ്രായപരിധി വളരെ കാര്യമായി തന്നെ നടപ്പാക്കി തന്നെ താഴെ തട്ട് മുതൽ CPM മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായി അത് ഇവിടെയും പ്രതീക്ഷിക്കാമല്ലോ. നിശ്ചയമായും പുതിയ പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും, പുതിയ PB-യെ തിരഞ്ഞെടുക്കും, പുതിയ സെൻട്രൽ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. ഇത്രയധികം ജനാധിപത്യപരമായ ഉള്ളടക്കത്തോടു കൂടി ഒരു സമ്മേളനം പര്യവസാനിപ്പിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ വേറെയില്ല. ബ്രാഞ്ച് തലം മുതൽ സെൻട്രൽ കമ്മിറ്റി വരെയുള്ള മുഴുവൻ ഘടകങ്ങളും അതിൻ്റെ സമ്മേളനം വിളിച്ചു ചേർത്ത് ജനാധിപത്യപരമായ രൂപത്തിൽ അതിൻ്റെ പ്രക്രിയകൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ നേതൃത്വത്തെയും തിരഞ്ഞെടുത്ത് പുതിയ ആശയപ്രപഞ്ചങ്ങൾ തീർത്ത് വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഈ രാജ്യത്തെ നയിക്കേണ്ടത് അത് കൃത്യമായി പരിശോധിച്ചും എല്ലാ അർത്ഥത്തിലും വസ്തുനിഷ്ഠ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് കൃത്യമായി ശരിയും ശാസ്ത്രീയവുമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന മഹത്തായ ആശയപ്രപഞ്ചം തീർക്കുന്ന ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെന്ന് ആവർത്തിച്ചുറപ്പിച്ച് തെളിയിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ പര്യവസാനിക്കാൻ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന ഒരു കാര്യം കൂടി, ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ തന്നെ ഭിന്നിപ്പിക്കുക എന്ന നിലയിലേക്ക് സംഘ് പരിവാർ കുറെ കൂടി ശക്തമായി വളരെ പരസ്യമായി പെരുമാറുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് നമുക്കത് കുറച്ചുകൂടി ബോധ്യപ്പെടും. ഇപ്പോൾ മുൻപത്തെ മുൻനിർത്തി ക്രൈസ്തവ സഭകളെയൊക്കെ ആശങ്കപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം, വഖഫ് ബില്ലിനെ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്ന നിലയിൽ ഒരു വലിയ ആവേശം കേരളീയ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘ് പരിവാർ, അതിലൂടെ ഹിന്ദുത്വത്തെ കൂടുതൽ പ്രചരിപ്പിക്കാം, ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ അടുപ്പിച്ച് നിർത്താം, എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാം. ഈ ഒരു ശ്രമം വളരെ 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 കാര്യമായി സംഘ് പരിവാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു പരീക്ഷണശാല, വർഗീയതയുടെ പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുമ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതെങ്ങനെയാണ് CPM കാണുന്നത്? ഇപ്പോൾ BJP എടുക്കുന്ന എല്ലാ നീക്കങ്ങളും RSSൻ്റെ അജണ്ടയാണ്. അവർ പ്രധാനമായും മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ബോധപൂർവം ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമാണ് വഖഫ് നിയമം കൊണ്ടുവന്ന ഉള്ളടക്കവും അതിനുശേഷം ഇപ്പോൾ ഓർഗനൈസറിൽ ക്രൈസ്തവ സഭകളുടെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ച് അവർ പരസ്യപ്പെടുത്തിയ ഉള്ളടക്കവും പരിശോധിക്കുമ്പോൾ ഇവർ കൃത്യമായി ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന രൂപത്തിലേക്കുള്ള പൊതുവീക്ഷണം എടുക്കുമ്പോൾ തന്നെ അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ടാക്ടിക്കൽ അപ്രോച്ച് സ്വീകരിച്ചാണ് BJP മുന്നോട്ട് പോകുന്നത്. ക്രൈസ്തവ സഭകൾ, ബിഷപ്പുമാർ കുറെ കൂടി അത് തിരിച്ചറിയാനും ഇപ്പം ജബൽപൂരിലേക്ക് വന്നപ്പോൾ ഇന്നലെ പാംപ്ലാനി പിതാവൊക്കെ ബിഷപ്പൊക്കെ വളരെ വൈകാരികമായിട്ടാണ് കോഴിക്കോട്ടെ റാലിയിൽ പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 700-ൽ പരം കേസുകളാണ്, സംഭവങ്ങളാണ് ഈ ക്രൈസ്തവ ആക്രമണവുമായി ബന്ധപ്പെട്ട രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വഖഫ് ബില്ലിനെ എതിർത്തത്. അപ്പോൾ ക്രൈസ്തവ സഭ വിശ്വാസികൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ന്യൂനപക്ഷ ഈ സംഘ് പരിവാർ പ്രചാരണങ്ങളെ കരുതിയിരിക്കണം എന്ന് പ്രത്യേകിച്ച് താങ്കൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? നിശ്ചയമായും ഓർഗനൈസർ കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും അവരുടെ വസ്തുവകളുടെയും ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യം അവർ മുസ്ലിമുകൾക്കെതിരായിട്ടാണ് നീങ്ങിയതെങ്കിൽ അടുത്തൊരു ക്രിസ്ത്യാനികൾക്കെതിരായെന്നുള്ള സൂചന നൽകുന്ന രൂപത്തിലേക്ക് വളരെ വ്യക്തമായ
കാഴ്ചപ്പാടോടെ അവർ ആസൂത്രിതമായി നീങ്ങുന്നുള്ള സൂചനകളാണ് ഈ കാര്യത്തിൽ കാണാൻ. ജബൽപൂർ മാത്രമല്ല, ഫാദർ സ്റ്റാൻസാമിയെ പോലുള്ള ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. അതിനു മുമ്പും നമ്മളുണ്ട് ഫാദർ ഗ്രഗാസ്റ്റൈനെയും മക്കളെയും ചുട്ടുകൊല്ലുന്ന കാര്യം കണ്ടു. രാജ്യത്തിൻ്റെ മുമ്പാകെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടിൻ്റെ അവസാനത്തെ രൂപമാണ് ഇപ്പോൾ ജബൽപൂരിൽ കണ്ട സംഭവങ്ങൾ. എത്രയോ സംഭവങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രൂപവും ഒപ്പം സംഘടിതമായി ഇതിനെല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കുന്ന ശൈലിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതുസ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയെ നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതിനെ അതിജീവിക്കാനുള്ള കരുത്ത് പ്രകടിപ്പിക്കുകയാണ് CPIഎമ്മിൻ്റെ നിലപാട്. ആ നിലയ്ക്കുള്ള തീരുമാനങ്ങളാണ് ഈ പാർട്ടി കോൺഗ്രസ് ഉണ്ടാകുന്നത് എന്നതാണ് പ്രതീക്ഷാനിർഭരമായ ഒരു സാഹചര്യം. മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ ആകെ ഇന്ന് പ്രതീക്ഷാനിർഭരമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ നവഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ കരുത്തും തൻ്റെയോടും കാണിച്ച് പ്രതീക്ഷയോടെ മുറ്റുനോക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയാണ്. അത് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യം സംശയം വേണ്ട. ആ നിലയ്ക്ക് ആ ദൗത്യം, ചരിത്രപരമായ ദൗത്യം തങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഈ പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ആത്യന്തികമായ ഉള്ളടക്കം.